Good morning all. Welcome to Dakshina Learnings. Dakshina Learningsന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡെവലപ്മെന്റ് വിത്തൗട്ട് ദ സാവേജിംഗ് ഓഫ് അർബൻ ബയോഡൈവേഴ്സിറ്റി. അതായത് അർബൻ അൺപ്ലാൻഡ് ഡെവലപ്മെന്റ് എത്രത്തോളം അർബൻ ബയോഡൈവേഴ്സിറ്റിനെ അഫക്ട് ചെയ്യുന്നു എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. ദെൻ ഓവർ ഫിഷിംഗ്, ദ ത്രെറ്റ് ടു ഓഷൻ വെൽത്ത് ലൈവ്ലിഹുഡ്സ്. അതായത് ഓവർ ഫിഷിംഗ് എത്രത്തോളം ഓഷൻ ബയോഡൈവേഴ്സിറ്റിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതിനൊക്കെ തന്നെ ഓഷന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ലൈവ്ലിഹുഡ്സിൽ ഉണ്ടാക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. ദെൻ നാരേറ്റിംഗ് ദ നേഷൻ എബ്രോഡ്. അതായത് ഈ റീസെന്റ് ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫ്, അതിനൊക്കെ തന്നെ പഹൽഗാം അറ്റാക്കിലൊക്കെ ഇന്ത്യയുടെ നയങ്ങൾ എന്താണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ ഇവിടുന്ന് ഡിപ്ലോമാറ്റ്സിനെയും നേതാക്കന്മാരെയും ഒക്കെ, ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാരെ നമ്മൾ അയക്കുന്നുണ്ടായി. സോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു IR-ന്റെ പെർസ്പെക്റ്റീവിലുള്ള ഒരു ആർട്ടിക്കിൾ ആണത്. ദെൻ ഷുഡ് വാട്ടർ ബി യൂസ്ഡ് ആസ് എ വെപ്പൺ. അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്ന് ഇന്ത്യ ഏകപക്ഷീയമായി പിന്മാറിയത് ഇന്ത്യക്കും പാകിസ്ഥാനും എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. നെക്സ്റ്റ്, അനലൈസിംഗ് പോവർട്ടി ലെവൽസ് ഇൻ ഇന്ത്യ ബൈ കമ്പയറിംഗ് വേരിയസ് സർവേസ്. ഇന്ത്യയുടെ ഇത്രത്തോളമുള്ള ജേർണിയിലെ ഇന്ത്യയുടെ പോവർട്ടി ലെവൽസിന്റെ റേറ്റ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. ദെൻ വാർമിംഗ് ലൈക്ലി ടു മേക്ക് സൈക്ലോൺസ് മോർ ഡിസ്ട്രക്റ്റീവ് ദാൻ എവർ ബിഫോർ. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ ഷിഫ്റ്റ് എത്രത്തോളം ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആണത്. സോ ഇത്രയും ആർട്ടിക്കിൾസ് ആണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ, ഡെവലപ്മെന്റ് വിത്തൗട്ട് ദ സാവേജിംഗ് ഓഫ് അർബൻ ബയോഡൈവേഴ്സിറ്റി. അർബൻ ബയോഡൈവേഴ്സിറ്റി ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അറൌണ്ട് ഒരു 25% സ്പീഷീസ് തന്നെ എക്സ്റ്റൻഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം അൺപ്ലാൻഡ് ഡെവലപ്മെന്റ് കാരണമാണ് സംഭവിക്കുന്നത്. ഈ ഒരു അൺപ്ലാൻഡ് ഡെവലപ്മെന്റ് മാറ്റി ഒരു പ്ലാൻഡ് ഡെവലപ്മെന്റ് രീതിയിലേക്ക്, ഒരു ബെറ്റർ പ്ലാനിങ് അഡോപ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായിരുന്നു ഒന്ന്, കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്. സെക്കൻഡ് വൺ, UN ഹാബിറ്റാറ്റ് 330-300 പ്രിൻസിപ്പിൾസ്. ഇത് രണ്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള റോഡ് പ്ലാനിങ്ങിന് ഒരു മാപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. സോ ഇങ്ങനെ ഗ്രീൻ സ്പേസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴുണ്ടാവുന്ന, അല്ലെങ്കിൽ ഗ്രീൻ സ്പേസ് കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ സ്പേസ് നമുക്ക് എക്കോളജിക്കലി, അതേനൊക്കെ തന്നെ എക്കോണമിക്കലി, ഹെൽത്ത് വൈസ് ഒക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. കാർബൺ സീക്വസ്ട്രേഷന്റെ പോയിന്റ് ഓഫ് വ്യൂലായാലും, അതേനൊക്കെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനും, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനും, റീക്രിയേഷന്റെ പെർസ്പെക്റ്റീവിലായാലും ഒക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ പറയുന്ന അർബൻ ഗ്രീൻ സ്പേസ് നമുക്ക് തരുന്നുണ്ട്. സോ എങ്ങനെ നമുക്ക് അർബൻ ഗ്രീൻ സ്പേസ് ഉണ്ടാക്കാം എന്നുള്ളത്, അതിന്റെ വേ ഫോർവേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് വാട്ടർ ബോഡീസ്. അതേനൊക്കെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ഗ്രീനിങ്, അതായത് നേറ്റീവ് ആയിട്ടുള്ള ട്രീ പ്ലാന്റേഷനെ പ്രൊമോട്ട് ചെയ്യുക, റൂഫ് ടോപ്പ് ഗാർഡൻസിനെ പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. ഈ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് വളരെയധികം ക്രൂഷ്യൽ ആണ്. സോ അതേപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടായ കോയംബേഡ് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ, അതായത് ചെന്നൈ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു അർബൻ വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ മോഡൽ ആയിരുന്നു ഈ പറയുന്ന കോയംബേഡ് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ. അത് വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. ഇത് മറ്റു സിറ്റിയിലേക്കും ഇന്ത്യക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്. സോ ഇനി പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, CBD 1992. മെയ് 22, 1992 റിയോ എർത്ത് സമ്മിറ്റിലാണ് ഇത് സൈൻ ചെയ്യുന്നത്. അതിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കൺസർവേഷൻ, സസ്റ്റൈനബിൾ യൂസ് ആൻഡ് ഫെയർ ബെനിഫിറ്റ് ഷെയറിംഗ് എന്നുള്ളതാണ്. അതേണക്ക് തന്നെ എല്ലാ രാജ്യങ്ങളും നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ആക്ഷൻ പ്ലാൻ കൊണ്ടുവരണം എന്ന് നിർദ്ദേശിച്ച ഒന്നായിരുന്നു ഈ പറയുന്ന CBD 1992. നെക്സ്റ്റ് വൺ, കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക്. 190+ കൺട്രീസ് ആയിരുന്നു ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് അർബൻ ബയോഡൈവേഴ്സിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, കുറച്ചുകൂടി ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ സ്പേസിനുള്ള ഓപ്ഷൻസ് കൊണ്ടുവരിക, കുറച്ചുകൂടി ബെറ്റർ പ്ലാനിങ് അഡോപ്റ്റ് ചെയ്യുക. സോ അവരുടെ മെയിൻ ടാർഗറ്റ് എന്നുള്ളത് തന്നെ 30x30 ആയിരുന്നു. അതായത് 30% ലാൻഡ്, 30% ഓഷൻ കൺസർവ് ചെയ്യുക. അതായത് 230യുടെ എൻഡോട് കൂടി 30% ലാൻഡ്, 30% ഓഷൻ കൺസർവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്കിന് ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ്, UN 330-300 റൂൾ. അതായത് എല്ലാ വീടുകളിലും 3 ട്രീസ് എങ്കിലും വെച്ച് പിടിപ്പിക്കുക. അതേനൊക്കെ 30% ട്രീ കാനോപ്പി ഇൻ നൈബർഹുഡ്സ്, 300 meters to nearest green space. അങ്ങനെ ഒരു ഗ്രീൻ സ്പേസിനുള്ള പോസിബിലിറ്റി വളരെയധികം വൈഡൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു UN 330-300 റൂളിന് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, സിറ്റി ബയോഡൈവേഴ്സിറ്റി ഇൻഡെക്സ്. ഇതിന്റെ മറ്റൊരു പേരാണ് സിംഗപ്പൂർ ഇൻഡെക്സ്. സോ ഇതിനൊരു 28 ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്.
കൂടുതലും ബയോഡൈവേഴ്സിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, എക്കോസിസ്റ്റം സർവീസ്, ഗവേണൻസ് റിലേറ്റ് ചെയ്ത് വന്ന ഇൻഡിക്കേറ്റേഴ്സ് ആയിരുന്നു അതെല്ലാം. സോ ബയോഡൈവേഴ്സിറ്റി മെഷർ ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനുമുള്ള ടൂളുകളൊക്കെ ഈ പറഞ്ഞ സിറ്റി ബയോഡൈവേഴ്സിറ്റി ഇൻഡെക്സിൽ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കോയമ്പേഡ് റെസ്റ്റോറേഷൻ മോഡല് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും സസ്റ്റൈനബിൾ മാനേജ്മെന്റും ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു ഈ പറഞ്ഞ കോയമ്പേഡ് റെസ്റ്റോറേഷൻ മോഡല്. ഇത് മറ്റു സിറ്റിയിലേക്കും ഇന്ത്യക്ക് വ്യാപിപ്പിക്കാവുന്ന ഒന്നായിരുന്നു. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് GS3യിലും അതേനൊക്കെ തന്നെ GS1ലും GS2ലും ഒക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. നെക്സ്റ്റ്, ഓവർ ഫിഷിംഗ് ദ ത്രെറ്റ് ടു ഓഷൻ വെൽത്ത് ലൈവ്ലിഹുഡ്സ്. ഓവർ ഫിഷിംഗ് ഓഷന് എത്രത്തോളം ബാധിക്കുന്നു എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണിത്. ഇന്ത്യയുടെ മറൈൻ ഫിഷറീസ് എന്ന് പറയുന്ന അതിന്റെ മാക്സിമം ഈൽഡ് ആണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു 90% വളരെയധികം ബിഗ് കാച്ചേഴ്സിലേക്ക് പോകുമ്പോൾ 10% മാത്രമാണ് സ്മാൾ സ്കെയിൽ ഫിഷേഴ്സിന്റെ കയ്യിൽ ഉണ്ടാവുന്നത്. ഇത് ഒരു ഡീപ്പ് പോവേർട്ടി അല്ലെങ്കിൽ ഒരു എക്കോണമിക് ഡിസ്പാരിറ്റി രീതിയിലേക്ക്, ഒരു ഇനിക്വാളിറ്റി രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. സോ ഇതിന്റെ മെയിൻ റീസൺ, ഈ പറയുന്ന ഓഷൻ എക്സ്പ്ലോയിറ്റേഷന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് തന്നെ ട്രോളിങ്ങും ജുവനൈൽ ക്യാച്ചും ആണ്. അതായത് ഈ ഷ്രിംപ് ട്രോളിങ്ങിനും അതേനൊക്കെ തന്നെ സ്മോൾ മെഷ് നെറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെയധികം ജുവനൈൽ ഫിഷ് പോപ്പുലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സോ നമ്മുടെ ഫ്യൂച്ചർ ഫിഷ് സ്റ്റോക്കിനെ ഇത് വളരെ മോശമായിട്ട് ബാധിക്കും. ദെൻ നമുക്ക് വേണ്ടത് വളരെ നാഷണൽ ബേസ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് നമുക്ക് ആവശ്യം. കാരണം ഫിഷറീസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അത് മാറ്റിയിട്ട് നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള ലീഗൽ ഫ്രെയിം വർക്ക് ഈ ഒരു കാര്യത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. ഇന്ത്യ നീഡ്സ് എ നാഷണൽ ഫ്രെയിം വർക്ക് വിത്ത് യൂണിഫോം മിനിമം ലീഗൽ സൈസസ്, ക്യാച്ച് ലിമിറ്റ്, closed seasons and ecosystem based quotas like ന്യൂസിലാൻഡ് QMS. ഓക്കെ, സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവില് ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ്. അതായത് ഇന്ത്യയുടെ മറൈൻ ഫിഷറീസിന്റെ ഈൽഡ് എന്ന് പറയുന്നത് 3 to 4 മില്യൺ ടൺസ് ആണ്. സോ എല്ലാ ഹാർവസ്റ്റും, എല്ലാ സസ്റ്റൈനബിൾ ഹാർവസ്റ്റിനും ഒരു മാക്സിമം ഒരു എക്കോളജിക്കൽ ലിമിറ്റ് എല്ലായ്പ്പോഴും ഉണ്ടാകും. അത് ഇന്ത്യനെ സംബന്ധിച്ച് 3 to 4 മില്യൺ ടൺസ് ആണ്. സോ ഈ ഒരു സ്റ്റോക്കിന് മേളിൽ പോകുന്നത്, ഈ ഒരു 3 to 4 മില്യൺ ടൺസിന് മേളിൽ പോകുന്നത് എല്ലായ്പ്പോഴും ഫിഷ് പോപ്പുലേഷനെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. നെക്സ്റ്റ്, മെഷ് സൈസ് ആൻഡ് ജുവനൈൽ ഓവർ ഫിഷിംഗ്. ജുവനൈൽ ഓവർ ഫിഷിംഗ് കാരണം ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഫ്യൂച്ചർ ആയിട്ടുള്ള ഫിഷ് പോപ്പുലേഷനാണ്. കാരണം ഈ ചെറിയ ഫിഷുകളെയൊക്കെ വളരെയധികം ക്യാച്ച് ചെയ്യുമ്പോൾ ഫർദർ ആയിട്ടൊരു ലോങ് ടേം ഇമ്പാക്ട്സും അവിടെ വളരെയധികം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ദെൻ ബൈ ക്യാച്ചിങ് ഷ്രിംപ് ട്രോളേഴ്സ്. 1 kg ഷ്രിംപ് കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 kg ബൈ ക്യാച്ച് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളമാണ് നോൺ ടാർഗറ്റ് സ്പീഷീസും ജുവനൈൽ ഫിഷുകളും ഒക്കെ അവിടെ അഫക്ട് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. ദെൻ കേരളാസ് MLS മിനിമം ലീഗൽ സൈസ് റൂള്. കേരളം വളരെ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത ഒന്നായിരുന്നു ഈ പറയുന്ന മിനിമം ലീഗൽ സൈസ് റൂൾ എന്നുള്ളത്. ഇത് കാരണം കേരളത്തിന്റെ ഒരു 41% ആണ് ഫിഷ് സ്റ്റോക്ക് വളരെയധികം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ എഫക്റ്റീവ് ആയിട്ടുള്ള റെഗുലേഷൻസ് എല്ലായ്പ്പോഴും ഫിഷ് സ്റ്റോക്കിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് കേരളത്തിന്റെ MLS റൂൾ എന്നുള്ളത്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂലാകുമ്പോൾ GS3യിലായാലും GS2യിലായാലും ഒക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, നറേറ്റിംഗ് ദ നേഷൻ എബ്രോഡ്. അതായത് ഇന്ത്യ പാക് സ്റ്റാൻഡ് ഓഫ്, അതിനൊക്കെ തന്നെ പഹൽഗാം അറ്റാക്കുകളൊക്കെ ഇന്ത്യയുടെ നയങ്ങളും മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ഡിപ്ലോമാറ്റ്സിനെ, നേതാക്കന്മാരെയൊക്കെ പല രാജ്യങ്ങളിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പെർസ്പെക്റ്റീവിൽ വന്നൊരു ആർട്ടിക്കിൾ ആയിരുന്നു അത്. സോ ഇറ്റ് ഷോസ് ഇന്ത്യസ് പ്രോ ആക്റ്റീവ് ഡിപ്ലോമസി. കാരണം ഇന്ത്യയുടെ വളരെയധികം ഇമേജ് ബൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഇന്ത്യക്കുണ്ട്. സോ അതിന്റെ പെർസ്പെക്റ്റീവിലുള്ള, അതായത് ടെററിസത്തിനെതിരെ ഗ്ലോബലി തന്നെ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്ലോബലി തന്നെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത്. ആൻഡ് ക്രൈസിസ് ഓഫ് ക്രെഡിബിലിറ്റി ഇൻ ദ ഡിജിറ്റൽ ഏജ്. കാരണം മിസ്ഇൻഫർമേഷൻ കാരണം ഈ ഒരു സ്റ്റാൻഡ് ഓഫ് ടൈമിൽ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഡീപ് ഫേക്സ്, അതിനൊക്കെ ഓൾഡ് ഫുട്ടേജ്, AI ജനറേറ്റഡ് കണ്ടന്റ്സ് ഒക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം സത്യങ്ങളാണ് അല്ലെങ്കിൽ എത്രത്തോളം ഫാക്ട്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകതയും ഇന്ത്യക്കുണ്ട്. സോ അതൊക്കെ ആയിരുന്നു ഈ ഒരു മറ്റുള്ള രാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ സ്റ്റാൻഡ് അറിയിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നത്.
സോ ബാറ്റിൽ ഫോർ നറേറ്റീവ് ലെജിറ്റിമസി. കാരണം ഈ ഒരു ബാക്കി രാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരേ സമയം സ്ട്രെങ്തും ആണ് നമ്മുടെ വൾണറബിലിറ്റിയും ആണ് അവിടെ ഷോ ചെയ്യുന്നത്. കാരണം ഇന്ത്യയുടെ ഇമേജ് ഇന്റർനാഷണൽ തലത്തിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ് അവിടെ പോയിന്റ് ഓഫ് ചെയ്യുന്നത്. സോ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇന്ത്യസ് പോസ്റ്റ് കോൺഫ്ലിക്ട് ഡിപ്ലോമസി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ സമയത്ത് ഗ്ലോബൽ ഒപ്പീനിയൻ ഗെയിൻ ചെയ്യേണ്ട ഇന്ത്യയുടെ ആവശ്യകതയെ കുറിച്ച് ഈ ഒരു ആർട്ടിക്കിൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേണക്ക് തന്നെ മീഡിയയും അതേണക്ക് മറ്റു പാർട്ണർഷിപ്പുകളൊക്കെ ഈ ഒരു മിസ്ഇൻഫർമേഷൻ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് എത്രത്തോളം പ്രാവർത്തികമാണ് എന്നുള്ളതും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ മിസ്ഇൻഫർമേഷൻ ത്രെറ്റുകൾ, ഡീപ് ഫേക്സ്, AI ജനറേറ്റഡ് കണ്ടന്റ്സ് തുടങ്ങിയൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഫാസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോവുക. സോ അത് ഇന്ത്യയുടെ ഇമേജിനെയും ഡിപ്ലോമസിനെയും വളരെയധികം മോശമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലെജിറ്റിമസി നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗോൾസിനെയും അവിടെ മോശമായിട്ട് ബാധിക്കും. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തലത്തിലേക്ക് കാര്യങ്ങൾ ഇന്ത്യ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നോക്കുമ്പോൾ GS2ലും GS4ലും ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, ഷുഡ് വാട്ടർ ബി യൂസ്ഡ് ആസ് എ വെപ്പൺ. അതായത് ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഏകപക്ഷീയമായിട്ടുള്ള പിന്മാറ്റത്തെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ഈ പറഞ്ഞ ഇൻഡസ് വാട്ടർ ട്രീറ്റി? 1960 വേൾഡ് ബാങ്കിന്റെ സാന്നിധ്യത്തിൽ സൈൻ ചെയ്ത, അതായത് ഇന്ത്യയും പാകിസ്ഥാനും കറാച്ചിയിൽ വെച്ച് സൈൻ ചെയ്ത ഒന്നായിരുന്നു ഈ പറയുന്ന ഇൻഡസ് വാട്ടർ ട്രീറ്റി. അതായത് വെസ്റ്റേൺ റിവേഴ്സ് പാകിസ്ഥാനും ഈസ്റ്റേൺ റിവേഴ്സ് ഇന്ത്യക്കും എന്നുള്ള രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ ഡീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വളരെയധികം ഡിസ്പ്യൂട്ട് മെക്കാനിസം സിസ്റ്റം ആയാലും ഒക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഒരു ടെക്നിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരുന്ന ഒരു എഗ്രിമെന്റ് ആയിരുന്നു ഇത്. സോ റീസെന്റ് ടെററിസ്റ്റ് അറ്റാക്ക് കാരണം ഇന്ത്യ അതിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് എത്രത്തോളം ഗ്ലോബലി ആയാലും ഇന്ത്യ പാക് പോയിന്റ് ഓഫ് വ്യൂലായാലും ഈ ഒരു ക്രോസ് ബോർഡർ റിവർ ഡിസ്പ്യൂട്ട് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇന്ത്യയുടെ റീസെന്റ് ആയിട്ടുള്ള കിഷൻ ഗംഗ റാറ്റൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റിനടക്കം ഈ ഒരു പിന്മാറ്റം മോശമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ യൂണിലാറ്ററൽ വിഡ്രോവൽ, വിയന്ന കൺവെൻഷൻ പ്രകാരം മ്യൂച്വൽ കൺസെന്റ് ഇല്ലാതെ വിഡ്രോ ചെയ്യുന്നത് വളരെയധികം പ്രശ്നങ്ങൾ ഇന്റർനാഷണൽ റിലേഷൻ തലത്തിൽ നമുക്ക് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതേണക്ക് തന്നെ വാട്ടർ എന്ന് പറയുന്നത് ഒരു പ്രതികാരത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല. സോ അത് വളരെയധികം എത്തിക്കൽ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ടൂൾ ആയിട്ടാണ് നമ്മൾ വാട്ടറിനെ കൺസിഡർ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് അതൊരു മോശം ഇമേജ് ലോകരാജ്യങ്ങളുടെ തലത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കേണ്ടത് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്താണെന്ന് നോക്കണം. 1960 ഇത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വേൾഡ് ബാങ്കിന്റെ സാന്നിധ്യത്തിലായിരുന്നു. ഈസ്റ്റേൺ റിവേഴ്സ് ആയ രവി, ബിയാസ്, സത്ലജ് ഈ 3 റിവേഴ്സിന്റെയും കൺട്രോൾ ഇന്ത്യക്കും, അതേണക്ക് തന്നെ വെസ്റ്റേൺ റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്, ഝലം, ചിനാബ് അത് പാകിസ്ഥാനും എന്നുള്ള രീതിയിലായിരുന്നു ഈ എഗ്രിമെന്റ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഹാൻഡിൽസ് ഡിസ്പ്യൂട്ട്, വളരെയധികം ഡിസ്പ്യൂട്ട് മെക്കാനിസം, 3 tier ഡിസ്പ്യൂട്ട് മെക്കാനിസം ആയിരുന്നു ഈ പറഞ്ഞ ഇൻഡസ് വാട്ടർ ട്രീറ്റിക്ക് ഉണ്ടായിരുന്നത്. അതേണക്ക് തന്നെ ന്യൂട്രൽ എക്സ്പേർട്ട് ഇന്ത്യയുടെ ഫേവറിനനുസരിച്ചാണ് നിലവിൽ റൂൾ ചെയ്യപ്പെട്ടേക്കുന്നത്. അതേപോലെ തന്നെ വിയന്ന കൺവെൻഷനും ഈ ഒരു ആർട്ടിക്കിളിന്റെ കേസിൽ, അതായത് ഈ ഒരു ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ കേസിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് GS2 GS3 ഈ ഒരു ടോപ്പിക് വളരെയധികം റെലവെന്റ് ആണ്. നെക്സ്റ്റ്, അനലൈസിംഗ് പോവർട്ടി ലെവൽസ് ഇൻ ഇന്ത്യ ബൈ കമ്പയറിംഗ് വേരിയസ് സർവേസ്. അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് തൊട്ട് ഈ കാലഘട്ടം വരെയുള്ള ഇന്ത്യയുടെ പോവർട്ടി ലെവൽസ് ആണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. സോ 37% നിന്ന് 22%ലേക്ക് 2011-12 കാലഘട്ടങ്ങളിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഒരു റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്ലോ പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഒരു 18% ആണ് 2022-23 കാലഘട്ടങ്ങളിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ തന്നെ നമ്പർ ഓഫ് പുവർ അത് റെഡ്യൂസ് ചെയ്തേക്ക് 250 മില്യൺ നിന്ന് വെറും 225 മില്യൺ എന്ന രീതിയിലേക്കാണ്. സോ ആ ഒരു സ്ലോ പേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേണക്കിന് ഡേറ്റ ഗ്യാപ്സ് വളരെയധികം കൂടുതലാണ്. മെത്തഡോളജിക്കൽ ചലഞ്ചസും ഇവിടെ വളരെയധികം കൂടുതലാണ്. കാരണം നമ്മൾ പഴയ ഡേറ്റാസിനെ വെച്ചിട്ടാണ്, പുതിയ ഡേറ്റയുടെ ലഭ്യത കുറവ് കാരണം പഴയ ഡേറ്റനെ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്യൂച്ചർ എസ്റ്റിമേഷൻ മൊത്തം നടത്തുന്നത്. അതുകൊണ്ട് ആ ഒരു ഗ്യാപ്സ് ഭയങ്കര വലുതാണ്. അതേപോലെ തന്നെ ഈ ഒരു പോവർട്ടി റിഡക്ഷൻ ഓരോ സ്റ്റേറ്റിനെയും ഓരോ തലത്തിലാണ് അഫക്ട് ചെയ്തിട്ടുള്ളത്. ഉത്തർപ്രദേശ് വളരെയധികം ഇംപ്രൂവ്മെന്റ് കാണിക്കുമ്പോൾ ബീഹാർ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ റീജിയൻസിലുള്ള ഇംപ്രൂവ്മെന്റ് വളരെയധികം സ്റ്റാഗ്നേറ്റഡ് ആണ്. അതേണക്ക് തന്നെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിനും ഇവിടെ പ്രാധാന്യമുണ്ട്. സ്ലോവർ GDP ഗ്രോത്ത്, ലോവർ റൂറൽ വേജ് ഗ്രോത്ത്, റിവേഴ്സ്ഡ് മൈഗ്രേഷൻ ടു അഗ്രികൾച്ചർ, ഇതൊക്കെ
ഡീസലറേറ്റഡ് പോവർട്ടി ഡിക്ലൈന് കാരണമാകുന്നുണ്ട്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ നോക്കേണ്ടതാണ് ടെണ്ടുൽക്കർ കമ്മിറ്റി പോവർട്ടി ലൈനും വേൾഡ് ബാങ്ക് പോവർട്ടി ലൈനും. ടെണ്ടുൽക്കർ കമ്മിറ്റി ലൈനിന് 446.68 പെർ മന്ത് ആണ് റൂറൽ വേജിൽ പറയുന്നത്. അർബൻ ആകുമ്പോൾ 578.80 ആണ് മന്ത്ലി അർബന്റെ കാര്യത്തിൽ പറയുന്നത്. പക്ഷെ വേൾഡ് ബാങ്കിന്റെത് വ്യത്യസ്തമാണ്. അതെനൊക്കെയാണ് ടെണ്ടുൽക്കർ കമ്മിറ്റി പോവർട്ടി ലൈനിൽ കൂടുതലും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ കോസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. Then NSSO versus PLFS for poverty estimates. NSSO കൂടുതലും കൺസപ്ഷനും പോവർട്ടി ഡേറ്റയ്ക്കും ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷെ PLFS പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എംപ്ലോയ്മെന്റിന്റെ ആസ്പെക്റ്റിലാണ്, അല്ലാണ്ട് പോവർട്ടിയുടെ ടേംസിലല്ല അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് NSSO കൂടുതലും പോവർട്ടി മെഷർമെന്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇത് രണ്ട് തലങ്ങളിലാണ് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നത്. Then private final consumption expenditure, അതായത് ടോട്ടൽ ഹൗസ് ഹോൾഡ് കൺസപ്ഷൻ ആണ് ഈ പറയുന്ന പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിൽ കാണുന്നത്. സോ നമ്മുടെ മാക്രോ പോവർട്ടി എസ്റ്റിമേറ്റ്സിനെ കുറിച്ചും അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ദെൻ റിയൽ വേജ് ആൻഡ് അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റ് ട്രെൻഡ്സ്. നമ്മുടെ റിയൽ വേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെയധികം സ്ലോ പ്രോസസ്സിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റിനും വളരെയധികം ഡിക്ലൈൻ സ്റ്റാറ്റസ് ആണ് ഉള്ളത്. ഇത് നമ്മുടെ റൂറൽ പോവർട്ടിനെയായാലും ലൈവ്ലിഹുഡ്സിനെയായാലും വളരെയധികം അഫക്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്. സോ നമ്മുടെ പോവർട്ടി എന്ന് പറയുന്നത് ഒരു ഫേസ് വരെ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതിനൊരു വളരെ സ്ലോ പേസിലാണ് ആ ഒരു പോവർട്ടി റിഡക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവർട്ടി റിഡക്ഷൻ മെത്തഡോളജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട കാലം അതിക്രമിച്ചു എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ഇത്. സോ മെയിൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് GS2ലും GS3ലും ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, വാർമിംഗ് ലൈക്ലി ടു മേക്ക് സൈക്ലോൺസ് മോർ ഡിസ്ട്രക്റ്റീവ് ദാൻ എവർ ബിഫോർ. ക്ലൈമറ്റ് ചേഞ്ച് കാരണം ട്രോപ്പിക്കൽ സൈക്ലോൺസിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് അത് എത്രത്തോളമാണ് ജനങ്ങളെ ആയാലും ഒക്കെ ബാധിക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അത്. സോ അണ്ടർ ദ ഹൈ എമിഷൻ ഓഫ് SSP 5 to 8.5 scenario, tropical cyclone will become more intense and occur in new regions, shortening recovery times for ecosystem and exposing previously unaffected areas. മുമ്പ് എഫക്ട് ചെയ്തിരുന്ന ഏരിയാസിൽ നിന്ന് മാറി കുറച്ചുകൂടെ ന്യൂവർ ആയിട്ടുള്ള റീജിയൻസിലേക്ക് ഈ പറയുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിന്റെ രീതി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിനൊക്കെ തന്നെ മാംഗ്രൂവ് എക്കോസിസ്റ്റം വളരെയധികം റിസ്ക് നേരിടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്. സോ എസ്പെഷ്യലി ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വളരെയധികം എമിഷൻസും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന മാംഗ്രൂവ് എക്കോസിസ്റ്റത്തെ ആയാലും മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. സോ ഒരു എക്കോസിസ്റ്റത്തെ കംപ്ലീറ്റ്ലി തന്നെ കൊലാപ്സ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ പറയുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺ സിസ്റ്റം മാറിയിട്ടുണ്ട്. സോ നമ്മൾ വളരെയധികം ക്ലൈമറ്റ് റിസൈലിയന്റ് ആയിട്ടുള്ള കൺസർവേഷൻ സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഈ ന്യൂസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. സോ പ്രിലിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെയാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഷെയർഡ് സോഷ്യോ എക്കണോമിക് പാത്വേസ് SSP 5 to 8.5, അതായത് നമ്മുടെ ഹൈ ഫോസിൽ ഫ്യൂൽ യൂസ് അതിന്റെ തന്നെ ഹൈ എമിഷൻസ് ഒക്കെ ഈ പറയുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസിന് കാരണമാകുന്ന ക്ലൈമറ്റ് ചേഞ്ചിന് റീസൺ ആവുന്നുണ്ട്. അതിനൊക്കെ തന്നെ 2075 കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ രീതിയിലേക്ക് മാറും. സോ ഇത് 4.4 ഡിഗ്രി സെൽഷ്യസ് വാർമിംഗ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു രീതിയിലേക്കും കാര്യങ്ങൾ എത്തിപ്പെടും. സോ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ സസ്റ്റൈനബിൾ രീതിയിലേക്ക് മുന്നോട്ട് പോകാന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള മോഡലുകളായിരുന്നു കൈമാഡ മോഡൽ ആൻഡ് സ്റ്റോം സി ഡേറ്റ സെറ്റ്സുകൾ. സോ സൈക്ലോൺ അഫക്റ്റഡ് ഏരിയാസിനെയൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി കുറച്ചും കൂടെ അഡാപ്റ്റേഷൻ മോഡൽസ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊക്കെ തന്നെ മാംഗ്രൂവ്സിന്റെ റോൾസ്, കാരണം മാംഗ്രൂവ്സ് വളരെയധികം കാർബൺ സ്റ്റോർ ചെയ്യുന്ന ഒന്നാണ്. സോ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് മാംഗ്രൂവ്സ്. സോ എല്ലാ കോസ്റ്റുകളെയും മാംഗ്രൂവ്സ് വഴി പ്രൊട്ടക്ട് ചെയ്യുക, അതിനൊക്കെ തന്നെ ഇറോഷൻസിൽ നിന്നാലും സ്റ്റോംസിൽ നിന്നാലും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കുക. അതിനൊക്കെ തന്നെ ബയോഡൈവേഴ്സിറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. സോ മാംഗ്രൂവ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കുണ്ട്. സോ സൈക്ലോൺ ക്ലാസിഫിക്കേഷൻ ബൈ വിൻഡ് സ്പീഡ്, ട്രോപ്പിക്കൽ ഡിപ്രഷൻ, ട്രോപ്പിക്കൽ സ്റ്റോം, അതിന്റെയൊക്കെ കാറ്റഗറീസ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ റേഡിയേറ്റീവ് ഫോഴ്സിംഗ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്, അതായത് ഈ പറയുന്ന ഗ്രീൻ
ഹൗസ് ഗ്യാസ് എമിഷൻസ് വളരെയധികം കൂടുമ്പോഴുണ്ടാകുന്ന ഇഷ്യൂസ്, ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതും ഈ പറഞ്ഞ CO2 ലെവൽസിന്റെ ട്രിപ്പിൾ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നതും ഒക്കെ വളരെയധികം ക്ലൈമറ്റ് ചേഞ്ചിൽ ഇമ്പാക്ട്സ് ഉണ്ടാകും. സോ മെയിൻസിന്റെ പെർസ്പെക്റ്റീവില് GS1 GS3 ഒക്കെ ഈ ഒരു ടോപ്പിക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾസ് എല്ലാം തന്നെ കൂടുതലും എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിരുന്നു. അതിനൊക്കെ തന്നെ അയാന്റെ പെർസ്പെക്റ്റീവിലുമുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ മറ്റൊരു ന്യൂസ് സെഷനുമായിട്ട് നാളെ നമുക്ക് കണ്ടുമുട്ടാം.